നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. വാട്ട് എ ത്രില്ലർ. അരുൺ ബ്രോ, എന്താണിത്? എന്താണ് RCB കാണിക്കുന്നത്? എന്താണ് മുംബൈ ഇന്ത്യൻസ് കാണിക്കുന്നത്? നമ്മുടെ ഒരു പഴയ ഒരു വൈബ്, നല്ല കിടിലൻ ഒരു മാച്ച് കണ്ടതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു സീസണിൽ ഈ മാച്ചിലാണ് കിട്ടിയത് അല്ലേ? അന്യായം, ആ ഒരു അന്യായ ഒരു മാച്ച്. പ്രൈം RCB ഇങ്ങനത്തെ കളികളൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളെ RCBയുടെ ഇപ്പൊ തോക്കും ഇപ്പൊ തോക്കത്തില്ല എന്നുള്ള രീതിയിൽ വന്ന അവസാനം എന്തെങ്കിലുമൊക്കെ കാണിച്ച് രക്ഷപ്പെടുന്ന രീതിയിൽ ഒരു സിനിമാറ്റിക് ത്രില്ലർ അടിപൊളി. കൂട്ടായിരുന്നു. എന്റെ എന്റെ ഉള്ളിലെ RCB ഫാൻ ഉണർന്നു ഇന്ന്. ഞാനത് മനസ്സിലാക്കി അവസാനം ആയപ്പോഴത്തേക്ക്. ലാസ്റ്റ്, കാരണം കഴിഞ്ഞ വർഷം കപ്പടിച്ചതോടെ ഞാൻ RCB ഫാൻ ഇന്ന് വിരമിച്ചു എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ഇങ്ങനെ ഒരു മാച്ച് വന്നപ്പോഴത്തേക്ക് ആ ഒരു ഉള്ളിൽ നിന്ന് ആ ത്വരയാണ് ഇറങ്ങി. ലാസ്റ്റ് അവർ ടെൻഷൻ അടിച്ച് പണ്ടാറാണെങ്കിൽ ഭുവനേശ്വർ കുമാർ മാൻ. എനിക്ക് ഭുവനേശ്വർ കുമാറിന്റെ ബോളിംഗ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, പക്ഷെ ഇന്ന് അടിച്ച ഷോട്ട്, ആ സിക്സ് അടിച്ച ഷോട്ട്, ഒരു ഷെപ്പേർഡ് രസകരമായ ഒരു അടക്കമുള്ള കാര്യം ഞാൻ ബാറ്റ്സ്മാൻ പറഞ്ഞുതരാം. സ്ട്രഗിൾ. ഭുവനേശ്വർ കുമാറിന്റെ IPL കരിയറിലെ തന്നെ 4ാമത്തെ സിക്സ് ആണിത്. ഇത്രയും വർഷം IPL കളിച്ചതിൽ ആകെ 4 സിക്സ് ഭുവനേശ്വർ കുമാർ അടിച്ചിട്ടുള്ളൂ. രണ്ടാമതൊരു കാര്യം പറഞ്ഞുതരാം. എന്നാ ഷോട്ടായിരുന്നു അത്. 2016 ശേഷം ഭുവനേശ്വർ കുമാർ അടിക്കുന്ന IPL ആദ്യത്തെ സിക്സ് ആയിരുന്നു. ശ്ശെ, എന്റെ പൊന്നെ, എന്ത് ഷോട്ടായിരുന്നു അത്! അത് വൈഡ് ഓഫ് ദ ഓഫ് സ്റ്റംപ് എറിഞ്ഞ് അവർ ക്ലിയർ ചെയ്യാൻ പോയൊരു ഒരുമാതിരിപ്പെട്ട നല്ലൊരു ബാറ്റ്സ്മാൻ ആണെങ്കിൽ പോലും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ബോളാണ്. അതാണ് വളരെ ഈസി ആയിട്ട് എലഗന്റ് ആയിട്ട് സിക്സ് അടിച്ചത്. ഭുവനേശ്വർ അതുകൊണ്ട് തന്നെ കുമാറിന്റെ ഇതിനകത്ത് സ്ട്രോങ്സ്റ്റ് ഏരിയ ആണത്. കൃണാൽ പാണ്ഡ്യ ആണോ ഭുവനേശ്വർ കുമാർ ആണോ മാൻ ഓഫ് ദി മാച്ച് എന്നുള്ളൊരു ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഒറ്റ സിക്സ് കൊണ്ട് തൂക്കി. ഭുവനേശ്വർ കുമാർ തൂക്കി. ആ ഒരുപാട് 5 ഇതൊരു ലോ ലക്ഷം എനിക്ക് സ്കോറിംഗ് തന്നെ. മാച്ചായി. ഒരു ലോ സ്കോറിംഗ് മാച്ചായി. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ത്രില്ലർ കാണാനായിട്ട് പറ്റിയിട്ടോ. ഫസ്റ്റ് ഒരു ബാറ്റ് ചെയ്തപ്പോൾ ഒരു എന്തൊക്കെയാണ് കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പ്രിവ്യൂല് പറഞ്ഞിരുന്നത് ഇതൊരു ഹൈ സ്കോറിംഗ് ഗെയിം ആയിരിക്കും എന്നുള്ളതാണ്, ആ പിച്ചിന്റെ ഹിസ്റ്ററിയും നേച്ചറും വെച്ചുകൊണ്ട്. പക്ഷേ ഇന്നലെ രാത്രി അവിടെ മഴയായിരുന്നു. ദ ഹോൾ ഗ്രൗണ്ട് വാസ് അണ്ടർ കവർ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഉള്ള പിച്ച് കണ്ടീഷൻസ് വിൽ ബി എൻറ്റയർലി ഡിഫറെന്റ്. അപ്പോൾ കൂടുതലും ബോളേഴ്സിന് അസിസ്റ്റൻസ് കിട്ടാനും അല്ലെങ്കിൽ നേരെ തിരിച്ചാകാനും ചാൻസസ് കൂടുതലാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ചുമ്മാ നേരത്തെ പിച്ച് കണ്ടീഷൻസ് ഒന്നും പ്രഡിക്ട് ചെയ്തിട്ട് ഒരു കഥയുമില്ല. ഞാൻ ബെയിൽ ഔട്ട് ചെയ്യണം ആദ്യമേ തന്നെ. എന്തായാലും നമുക്ക് ആദ്യം തന്നെ മുംബൈയുടെ ബാറ്റിങ്ങിലേക്ക് വരാം. മുംബൈയുടെ ബാറ്റിങ്ങിൽ ഭുവനേശ്വർ കുമാറിന്റെ അന്യായമായിട്ടുള്ള പെർഫോമൻസ്. നമ്മുടെ തേർഡ് ഓവറിലെ 2 വിക്കറ്റ് ഫസ്റ്റ് ഓവറിൽ തന്നെ സ്ട്രൈക്ക് ചെയ്യുന്നു. ആ ഒരു രീതിയിൽ തുടങ്ങും. നമുക്കത് ഓൾറെഡി ഇത് കണ്ടാണ്. അപ്പോൾ ബ്രോയ് പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു അസിസ്റ്റൻസ് ഉണ്ട്. പിന്നീട് തിലക് വർമ്മയുടെയും ഒരു നമ്മുടെ നമൻതീറിന്റെയും ഒരു രക്ഷപ്പെടുത്താനുള്ള ഒരു ഇന്നിങ്സ്. അതിനുശേഷം ഈ ഒരു പിച്ചിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്കോർ 166 എന്ന് പറഞ്ഞൊരു സ്കോർ ഐഡിയൽ ആണോ, അതോ ഒരു 10-20 റൺ ഷോട്ടാണോ? മിനിമം 20 to 25 റൺസ് ഷോർട്ട് ആയിരുന്നു. മിനിമം മിനിമം ഞാൻ എനിക്ക് ഈ അങ്ങനെ പറയുന്നത്. തോന്നി. പിന്നെ നമ്മള് പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ് മുംബൈ ഇന്ത്യൻസിന്റെ വീക്ക്നെസ്സിനെ കുറിച്ച്. ഈ മാച്ചിന്റെ പ്രിവ്യൂല് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്: 4th to 5th സ്റ്റംപ് മൂവിങ് എവേ എന്നുള്ള രീതിയിൽ ഓഫ് സൈഡ് ട്രാപ്പ് ഒരുക്കി ബാറ്റ്സ്മാൻമാരെ ടോപ്പ് ഓർഡറിനെ കുരുക്കും. അതിന്റെ ഒരു റിപ്ലിക്കയാണ് ഇന്ന് കണ്ടത്. ഇതേ കൂട്ട് അവരുടെ റിക്കൾട്ടൺ ആകട്ടെ, സൂര്യകുമാർ യാദവ് ആവട്ടെ, രോഹിത് ശർമ്മ ആകട്ടെ, എല്ലാരും പൊക്കിയിരിക്കുന്ന ഒരേ പ്ലാൻ ചെയ്തിട്ടാണ്. ഏറ്റവും രസകരമായി തോന്നുന്നത് രോഹിത് ശർമ്മ ഔട്ടായ ബോള്, ഭുവനേശ്വർ കുമാർ എന്ന് പറഞ്ഞ ബോളാണ് നക്കിൾ ബോൾ കൊണ്ടുവരുന്നത് എന്റെ അറിവിൽ. അതും നക്കിൾ ബോള് സ്വീമിങ് എവേ എന്നുള്ളൊരു ഫോർമാറ്റ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ആ നക്കിൾ ബോൾ എറിയുന്നു, അത് സ്വീം ചെയ്യുന്നു എവേ. അതൊന്നും ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ബോള് കാണുന്നത്. ആ ബോള് ലോകോത്തര ബാറ്റ്സ്മാനായ രോഹിത് ശർമ്മയ്ക്ക് പോലും മറുപടി ഇല്ലാതായി പോയി. അത് അത് റിയലി എക്സെപ്ഷണൽ. അവിടെ അടി കൊടുത്തത് മാത്രമല്ല, അവസാനം വന്ന് അടി കൊടുത്തു. ആദ്യം 3 വിക്കറ്റ് ഇട്ട് മുംബൈയുടെ നട്ടലൊടിച്ചു. അതിനുശേഷം അവസാനം വന്നിട്ട് തിലക് വർമ്മ കറക്റ്റ് പോയിന്റിലാണ് 17.6 ഓവേഴ്സ് ലാസ്റ്റ് ബോളിൽ തിലക് വർമ്മയുടെ വിക്കറ്റ് എടുക്കുന്നതോടുകൂടി ലാസ്റ്റ് 2 ഓവറിൽ വെറും എനിക്കൊന്ന് 10 റൺ എന്തോ വന്നത്. ഒരു ഓവർ 5 റണ്ണും ഒരു ഓവർ 7 റണ്ണും അങ്ങനെ വന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ തിലക് വർമ്മ ആ 2 ഓവർ കളിച്ചിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 20 റൺസ് മുംബൈ എക്സ്ട്രാ അടിച്ചേനെ എനിക്ക് അത് തോന്നുന്നു. ലാസ്റ്റ് അത് നമുക്ക് മുമ്പ് അങ്ങോട്ട് വരുന്ന വഴിക്ക് നമുക്ക് പറഞ്ഞു പോവാം. ഇതിനകത്തിൽ അതെ, ആദ്യമേ എടുത്ത് പറയേണ്ടത് ഭുവനേശ്വർ കുമാർ എന്ന് പറഞ്ഞ ബോളറിന്റെ എക്സെപ്ഷണൽ ഡെലിവറിയാണ്. എന്തെങ്കിലും ഒരു ബോളറിന് അസിസ്റ്റൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യണം എന്ന് ഭുവനേശ്വർ കുമാറിന്റെ ബോളിംഗിൽ കണ്ടുപഠിക്കണം. നേരെ മറിച്ച് അതിന്റെ അപ്രോച്ച് നോക്കി കഴിഞ്ഞാൽ ഹേസൽവുഡ് കണ്ടിന്യൂസ്ലി 3ാമത്തെ കളി പവർ പ്ലേയിൽ എക്സ്പെൻസീവ് ആകുന്നുണ്ട്. അതായത് എക്സ്പെൻസീവ്. അതെ, ഹേസൽവുഡിന് പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല ഇത്. ഹിറ്റ് ദ ഡെക്ക് ടൈപ്പ് ഓഫ് ഒരു കണ്ടീഷൻസ് അല്ല. ബോൾ മൂവിങ് എവേ അല്ല മൂവിങ് ഇൻ ആണ്. അപ്പൊ അതും നമുക്കൊരു എക്സെപ്ഷണൽ ഫാക്ടർ ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. അതിനുശേഷം വന്ന അതിനെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു ഒരു സിമ്പിൾ ഒരു ക്യാച്ച് തിലക് വർമ്മയുടെ ഡ്രോപ്പ് ചെയ്തു. തിലക് വർമ്മ 9 നിൽക്കുമ്പോൾ അതെ, അതിന് അതെ. പകരമായിട്ട് സുരേഷ് തിലക് ശർമ്മ. വർമ്മ ഇന്നിങ്സ് കൊണ്ട് നിർത്തിയത് 57-ലാണ്.
ഇതിൽ ഏറ്റവും എനിക്ക് ഇംപ്രസീവ് ആയിട്ട് തോന്നിയത് മുംബൈയുടെ ബാറ്റിംഗിൽ അവരുടെ ആ 4th വിക്കറ്റ് പാർട്ട്ണർഷിപ്പാണ്. 82 റൺ അടിച്ചു 57 ബോളിൽ. അവരുടെ റൺ റേറ്റ് എന്ന് പറയുന്നത് ആ ഡ്യൂറേഷനിലെ 8.8 ആണ്. പല ഫേമസ് ടീമുകളിലെയും കൊളാപ്സ് റണ്ണെ ബോള് ജസ്റ്റിഫൈ ചെയ്യുന്ന പോലെ അല്ല ഇവര് കളിച്ചത്. ഇവർ 8.8, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് T20 ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞ റണ്ണെ ബോൾ അല്ല. ഇവർ 8.8 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 9 ആ പാർട്ട്ണർഷിപ്പ് തിരിച്ച് റീബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത്. പക്ഷെ ഇവർക്ക് പറ്റിപ്പോയത് അവസാനത്തെ 6 ഓവറിൽ, ഞാൻ അന്നും പറഞ്ഞു ഇവർക്കൊരു ഫിനിഷർ ഇല്ല. ഇവരുടെ പണ്ടത്തെ എഞ്ചിൻ എന്തായിരുന്നു? ഹർദിക് പാണ്ഡ്യ, കുണാൽ പാണ്ഡ്യ, പൊള്ളാട്, ഇവരുടെ 3 പേരെ ഷൂ ഇപ്പോഴും ആരും ഫിൽ ചെയ്തിട്ടില്ല. ലാസ്റ്റ് 6 ഓവർ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് മുംബൈ അടിച്ചിരിക്കുന്ന വെറും 41 റണ്ണ് മാത്രമാണ്. അവിടുത്തെ റൺ റേറ്റ് എന്ന് പറയുന്നത് 6.8 ആണ്. മനസ്സിലായി? ആരെ കൊണ്ടും ഒരു ഫിനിഷിംഗ് ടച്ച് ചെയ്യാൻ പറ്റില്ല. ആ 6 ഓവറിൽ ഒരു ഓവർ മാത്രമാണ് 10+ കൂടുതൽ സ്കോർ ചെയ്തത്. ബാക്കിയെല്ലാം 5-6 5-6 5-6 എന്നുള്ള നിലയിലാണ് പോയിരിക്കുന്നത്. അതേ കൂട്ട് തന്നെ ഭുവനേശ്വർ കുമാറിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 6ാമത്തെ വട്ടമാണ് ഭുവനേശ്വർ കുമാർ 3+ വിക്കറ്റ് എടുക്കുന്നത്. 6th ടൈമാണ് ഇത്. സിറാജിനോടൊപ്പം എത്തി, അല്ല സോറി, ഹർഷദ് പട്ടേലിനോടൊപ്പം എത്തി. ഇപ്പം ഹർഷദ് പട്ടേലും 3+ വിക്കറ്റ്സ് 6 തവണ എടുത്തിട്ടുണ്ട് IPL കരിയറിൽ. അതിനോടൊപ്പം തന്നെ ഭുവനേശ്വർ കുമാർ ഇന്നൊരു വലിയൊരു മൈൽ സ്റ്റോൺ ക്രോസ് ചെയ്തു, 20 വിക്കറ്റ് എന്ന് പറയുന്നത്. ഇത് ഭുവനേശ്വർ കുമാർ 4ാമത്തെ തവണയാണ് ആ ഒരു മൈൽ സ്റ്റോൺ ക്രോസ് ചെയ്യുന്നത്. 2014, 16, 17, 26. അതെ, ഇത് 4ാമത്തെ സീസണാണ് ഭുവനേശ്വർ കുമാർ 20+ വിക്കറ്റ് ക്രോസ് ചെയ്യുന്നത്. ഹീസ് ലൈക്ക് ഓഫ് ഏജിങ് ലൈക്ക് എ ഫൈൻ വൈൻ എന്ന് വേണം പറയാൻ. അതെ, തീർച്ചയായിട്ടും. അവിടെ നമുക്ക് ലാസ്റ്റ് വന്നിട്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. മുംബൈ ഇന്ത്യൻസിന്റെ ഫിനിഷർ ഇല്ല എന്ന് നമ്മൾ പറയുമ്പോഴും ഈ കോബിൻ ബോഷ് ഒരു പ്രോപ്പർ ബാറ്റ്സ്മാൻ ആണ്. ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു ബാറ്റ്സ്മാൻ ആണ് പുള്ളി. ഈ രാജ് അങ്കഡ് ബാവയൊക്കെ കഴിഞ്ഞിട്ട് കോബിൻ ബോഷിനെ യൂസ് ചെയ്യുന്ന ഇമറത്തല വിമാനമാണ് കേട്ടോ. ഇമറത്തല എനിക്കതിന്റെ ലോജിക്കേ മനസ്സിലാവുന്നില്ല. കോർബിൻ ബോഷ് അത്ര ഒരു മോശം ബാറ്റ്സ്മാൻ ആണ്. എന്താണ് ബ്രോയുടെ അഭിപ്രായം? എനിക്ക് നമ്പർ 5 ഒക്കെ കളിക്കാൻ പറ്റുന്നത്, നമ്പർ 5 ഒക്കെ കളിക്കാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ഉള്ള ബാറ്റ്സ്മാൻ ആണ്. അതെ അതെ കോബിൻ ബോഷ് പറയുമ്പോഴും കോബിൻ ബോഷിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, റൊമാരിയോ ഷെപ്പേർഡ് നന്നായിട്ട് ബോൾ ചെയ്തു. അതിന്റെ ക്രെഡിറ്റ് ഭുവനേശ്വർ കുമാറിന് വേണം കൊടുക്കാൻ. കാരണം ഭുവനേശ്വർ കുമാർ അത്രയും എല്ലാവരും എടുത്തു കളഞ്ഞുകൊണ്ടാണ് റൊമാരിയോ ഷെപ്പേർഡ് 3 ഓവറിൽ 18 റണ്ണിന് 1 വിക്കറ്റ് എന്നുള്ള രീതിയിൽ 6 റൺ പെർ ഓവർ എന്നുള്ള രീതിയിൽ ഒരു ഓവർ, നല്ലൊരു ഓവർ ഫിനിഷ് ചെയ്തു. പിന്നെ ലാസ്റ്റ് ഈ മുംബൈയുടെ ബാറ്റിംഗ് പറയുന്ന ആ ഒരു തിലക് വർമ്മ എടുക്കുന്നതോടുകൂടി മുംബൈയുടെ അവസാനത്തെ ഒരു ചാൻസ് ഭുവനേശ്വർ കുമാർ. അതെ ഇപ്പൊ നമ്മളൊരു കാര്യം ആലോചിച്ചോളാം, നമ്മൾ 20 മിനിമം പറയാനുണ്ടായ ഫാക്ടർ ഇതാണ്. ഒരു IPL എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 6 ഓവേഴ്സിൽ ഒരു ടീം സ്കോർ ചെയ്യേണ്ട മിനിമം 70 to 80 ആണ് ലാസ്റ്റ് 6 ഓവേഴ്സിൽ. ഇവിടെ ആകെ സ്കോർ ചെയ്തിരിക്കുന്നത് അവർ 40 റൺസ് മാത്രമേ ഉള്ളൂ. ദേ കുഡ് ഹാവ് ഈസിലി ഗെറ്റ് 10 per ഓവർ ആണെങ്കിൽ പോലും 60 എത്തേണ്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മിനിമം 60 ഷോട്ട് ആയി പോയി എന്ന് പറയാനുണ്ടായ കാര്യം. 20 ഷോട്ട് ആയി പോയി. തീർച്ചയായിട്ടും സോറി, അതാണ് അവരുടെ ഇത്. നമുക്ക് നമ്മുടെ RCBയുടെ ബാറ്റിങ്ങിലേക്ക് വന്നാലോ. ഇതിനകത്ത് എനിക്ക് ഒരു കാര്യമുണ്ട്. ഈ 2 ടീമുകൾ നമ്മളിത് 2 ടീം മുംബൈ ഇന്ത്യൻസ് ആയാലും RCB ആയാലും ഇന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ഫൈറ്റ് 2 ടീം കാണിച്ചു എന്നുള്ളത്, അതുകൊണ്ടാണല്ലോ നമുക്കൊരു നല്ല ത്രില്ലർ കാണാനായിട്ട് പറ്റിയത്. അപ്പോൾ RCBയുടെ ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരും ഇനിഷ്യൽ വിക്കറ്റ് ഇട്ടു, തിരിച്ച് അതേപോലെ തന്നെ തിരിച്ചടിച്ചു. എങ്ങനെയാണോ RCB അങ്ങോട്ട് അടിച്ചത് ആ ഒരു രീതിയിൽ തന്നെ ഇവര് തിരിച്ചടിച്ചു. ആ ഒരു രീതി തന്നെയാണ് കളി. 2 കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഒന്ന്, RCB എന്ന് പറഞ്ഞ ടീം ഈ വർഷത്തെ പവർ പ്ലേയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്ന ടീമായി മാറി. അത് മറികടന്നത് GTAയും RRനെയും ആയിരുന്നു. അവർ രണ്ടുപേരും 21 വീതം വിക്കറ്റ് എടുത്തിട്ടുണ്ട് ഈ 11 കളിയിൽ നിന്ന് പവർ പ്ലേയിൽ. ഇന്ന് RCB ആണെന്ന് അത് ക്രോസ് ചെയ്ത് 22 വിക്കറ്റ് എന്നുള്ള നിലയിലെത്തി. അത് നല്ലൊരു സ്റ്റാറ്റാണ്. അതേ കൂട്ട് തന്നെ ലീഡിംഗ് വിക്കറ്റ് ടേക്കർ ഇൻ പവർ പ്ലേ 1 to 6 ഓവേഴ്സിൽ ഭുവനേശ്വർ കുമാർ ഒരുപാട് പേരെ ഇന്ന് ക്രോസ് ചെയ്തു. അതായത് ഭുവനേശ്വർ കുമാർ ഇപ്പൊ 2ാം സ്ഥാനത്താണ്. ഭുവനേശ്വർ കുമാറിന് മുമ്പിലുള്ളത് ആകെ റബാഡ മാത്രമാണ് 13 വിക്കറ്റുമായിട്ടും. പിന്നെ ഭുവനേശ്വർ കുമാർ 12 വിക്കറ്റുമായിട്ട്. എക്കോണമി എന്ന് പറയുന്നത് പവർ പ്ലേയിൽ 6.9 ആണ് പുള്ളിയുടെ ഈ ടൂർണമെന്റിന്റെ എക്കോണമി പവർ പ്ലേയിൽ. അതിന് താഴെ നിൽക്കുന്നത് ആർച്ചറാണ് 9 വിക്കറ്റുമായിട്ട്. അതിന്റെ താഴെ ഷമി 8 വിക്കറ്റുമായിട്ട്. അതിന്റെ താഴെ സിറാജ് 7 വിക്കറ്റുമായിട്ട്. എനിക്ക് അതോടൊന്ന് ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഓക്കെ, RCBയുടെ മീൻസ് തിരിച്ച് RCBയുടെ ബാറ്റിങ്ങിലേക്ക് വന്നാൽ വീണ്ടും അതേ സ്ട്രഗിൾ തന്നെ കാണുന്നുണ്ട്. വിരാട് കോഹ്ലി ഇന്നും ഡക്കായി, ടോപ്പ് ഓർഡർ ഒന്ന് തകർന്നു. രജത് പട്ടീദർ ഇന്ന് ഔട്ടായ രീതി ഈ ഒരു സീസണിൽ ഒരു പാറ്റേൺ പോലെ എനിക്ക് തോന്നുന്നു. സിമിലർ കൈൻഡ് ഓഫ് വിക്കറ്റ്സ് 2-3 മാച്ചസിൽ കണ്ടു. ബോഡി ലൈനിൽ വരുന്ന അടിച്ചു മുകളിലേക്ക് പോകുന്നു.
അങ്ങനെ ഒരുപാട് ഇതുണ്ടെങ്കിൽ പോലും കൃണാൽ പാണ്ഡ്യ ദ ക്ലച്ച് പ്ലെയർ, അതായത് എന്താ പറയുന്നത് പുള്ളിയെ പറ്റി, ഈ കഴിഞ്ഞ വർഷത്തെ ഫൈനലിലെ പോലെ എന്നൊക്കെ പറയാം. ഫൈനലാണോ അതോ അതിന് മുമ്പുള്ള ഫൈനലാണെന്ന് തോന്നുന്നല്ലേ പുള്ളി ഇതുപോലൊരു ക്ലച്ച് പെർഫോമൻസ് നടത്തിയത്. കഴിഞ്ഞ വർഷം അത് അന്യായം. കൃണാൽ പാണ്ഡ്യയുടെ കാര്യത്തിലേക്ക് എത്താം. അതിന് മുമ്പായിട്ട് എനിക്ക് രണ്ട് കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഒന്ന് വിരാട് കോഹ്ലിയുടെ. വിരാട് കോഹ്ലി 2023 ശേഷം ആദ്യമായിട്ടാണ് ഒരു ഗോൾഡൻ ഡക്ക് ആവുന്നത്. ഓക്കെ, അതേ കൂട്ട് തന്നെ ബത്തലിന്റെ കഴിഞ്ഞ ബാറ്റിംഗ് കളിയിൽ ഗോൾഡൻ ഡക്ക് ആയിരുന്നു. അല്ല, കഴിഞ്ഞ കളി രണ്ടാമത്തെ ബോൾ ഔട്ടായിരുന്നു. രണ്ടാമത്തെ ബോൾ ഔട്ട്. ഓക്കെ. ബത്തലിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബത്തൽ ആദ്യത്തെ 2 ബോൾ 4 അടിച്ചാണ്. പിന്നുള്ള 25 ബോൾ പുള്ളി ഒരു ബൗണ്ടറി അടിച്ചിട്ടില്ല, റണ്ണേ ബോൾ മാത്രമാണ്. എന്ത് ഇന്റന്റ് ആണ് പുള്ളി കാണിച്ചത്? അതൊരു ഓപ്പണിംഗ് ബാറ്റ്സ്മാന് പറ്റുന്ന ഒരു സ്റ്റൈലേ അല്ല. നമ്മൾ പ്രിവ്യൂവിലും പറഞ്ഞാണ് പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റും ആവറേജും വളരെ ഡ്രാസ്റ്റിക്കലി ഡ്രോപ്പ് ആകുന്നുണ്ട്. പുള്ളി ഒരു ഓപ്പണർ ബാറ്റ്സ്മാൻ അല്ല, പുള്ളിയെ മിഡിൽ ഓർഡറിൽ കളിപ്പിക്കണം എന്ന് നമ്മൾ പല ആവർത്തിയും പറഞ്ഞതാണ്. അപ്പൊ അത് ശരിവെക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഇന്ന് ബത്തലിന്റെ സൈഡിട്ടുണ്ടായത്. അതേ കൂട്ട് തന്നെ പടിക്കലിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പടിക്കലിന്റെ വീക്ക്നെസ്? LSCയിലും RRലും കളിക്കുമ്പം എല്ലാ കളികളും ഔട്ട്, എല്ലാം എന്നല്ല, ഓൾമോസ്റ്റ് 80% ഓഫ് കളികൾ ഔട്ടായിരുന്നത് ഇതേ ലെങ്തിലാണ്. ഫ്രണ്ട് ഫൂട്ടിലും അല്ല ബാക്ക് ഫൂട്ടിലും അല്ല എന്നുള്ള രീതിയിൽ ക്രീസിൽ സ്റ്റക്കായി പോകും. എഡ്ജ് അടിച്ച് ഒന്നെങ്കിൽ വിക്കറ്റ് കീപ്പർ അല്ലെന്നുണ്ടെങ്കിൽ സ്ലിപ്പ് എന്നുള്ള രീതിയിലാണ് ആ ഒരു സീസൺ മൊത്തം പുള്ളി ഔട്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു റെപ്ലിക്കയാണ് ഇവിടെ കണ്ടത്. അതിനുശേഷം വന്ന രജത് പടിദാർ ആണെന്നുണ്ടെങ്കിൽ ഈ ടൂർണമെന്റിൽ 4ാമത്തെ തവണയാണ് ഹിപ്പിൽ വരുന്ന ബോൾ സ്ലൈസ് ചെയ്ത് നോക്കാൻ പോയി ഔട്ട് ആയിരിക്കുന്നത്. അത് വലിയൊരു വീക്ക്നസ്, പുള്ളിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിരുന്നു അത്. അവിടെ വന്നു കഴിഞ്ഞാൽ 6 ആയിരുന്നു, ഒരു സ്ലൈസ് ചെയ്തൊരു 6 ഷോട്ട് പുള്ളിയുടെ ഫേവറേറ്റ് ഷോട്ടായിരുന്നു. പക്ഷെ അത് ഈ വർഷം 4 തവണ പുള്ളിയുടെ വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതും പുള്ളിയുടെ ഒരു വീക്ക്നെസ് ആയിട്ട് എക്സ്പ്ലോയിറ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം വന്ന ജിതേഷ് ശർമ്മ ഒരു ഗ്ലിംസ് കാണിച്ചെന്നുണ്ടെങ്കിലും ഒരു അനാവശ്യമായ ഷോട്ടിൽ കൂടെ ഔട്ടായി. ഈ ഒരു പിച്ചിൽ ക്രോസ് ബാറ്റ് കളിക്കാൻ അടിച്ച 2 സിക്സ് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ, അതും പറഞ്ഞ ഇമ്പാക്ട്ഫുൾ ഇന്നിങ്സ് ആയിരുന്നു. ആ ഈ കളിയിൽ ക്രോസ് ബാറ്റ് കളിച്ചാണ് 3 പേര് ഔട്ടായിരിക്കുന്നത്. രജത് പടിദാർ ആണെങ്കിലും ജിതേഷ് ശർമ്മയാണെന്നുണ്ടെങ്കിലും ടിം ഡേവിഡ് ആണെന്നുണ്ടെങ്കിലും. മനസ്സിലായി? ഈ അൺഈവൻ ആയിട്ടുള്ള പിച്ചസിൽ ക്രോസ് ബാറ്റ്സ് കളിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നേരെ സംബന്ധിച്ച് നമ്മൾ കൃണാൽ പാണ്ഡ്യയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, കൃണാൽ പാണ്ഡ്യയുടെ ഇന്നത്തെ ഇന്നിങ്സ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ആണ്. പുള്ളിയും പറഞ്ഞു ഞാനും വർഷങ്ങളായി ഇങ്ങനെ ഒന്ന് ബാറ്റ് ചെയ്തിട്ടെന്ന്. ഇന്ന് പുള്ളി 159 സ്ട്രൈക്ക് റേറ്റിൽ, റണ്ണേ ബോൾ പോലും അല്ല, 159 സ്ട്രൈക്ക് റേറ്റിലാണ് 73 റൺ അടിച്ചത്, 46 പന്തിൽ നിന്ന്. ഇതിനു മുമ്പ് 2 തവണ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡൽഹിക്കെതിരെയായിരുന്നു കഴിഞ്ഞ വർഷം. 2 വേൾഡ് കപ്പിൽ പുള്ളി മാൻ ഓഫ് ദി മാച്ച് ആയതാണ്. വേൾഡ് കപ്പിന്റെ 2 T20 ഫൈനലിന്റെ IPL T20 ഫൈനലിന്റെ മാൻ ഓഫ് ദി മാച്ച് ആയ ആളാണ്. കൃണാൽ പാണ്ഡ്യയുടെ സ്റ്റാറ്റ് ഇച്ചിരൂടെ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 തവണ IPL പവർ പ്ലേയിൽ ബാറ്റിംഗിന് വന്നിട്ടുണ്ട് കൃണാൽ പാണ്ഡ്യ. അതിൽ 2 തവണ 70+ സ്കോർ ചെയ്തു. ആ 2 തവണയും ആ ടീം ജയിച്ചു. ഓക്കെ. ഇനി പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് പറയാനുള്ളത് നമ്മുടെ അവസാനത്തെ ഓവറിൽ ഭുവനേശ്വർ കുമാറിന്റെയും പിന്നീട് ആ ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഇപ്പൊ നമ്മുടെ രസിക് ദാറിന്റെ സെൻസിബിൾ ആയിട്ടുള്ള ആ ഒരു ഓട്ടം ലാസ്റ്റിലെ പുള്ളി ഒന്നും ട്രൈ ചെയ്തില്ല. അവിടെ ചെയ്യാനുള്ളൊരു ഇതുണ്ടല്ലോ, അത് കാണിച്ചു. ആ 2 ഓടാനുള്ള ഇത് കാണിച്ചതൊരു ലോറൻ ബാറ്റ്സ്മാനെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമാണ്. അതിനിടയ്ക്ക് നമ്മൾ വിട്ടുപോയൊരു വലിയൊരു കാര്യമുണ്ട്. ദീപക് ചഹാർ എന്ന് പറഞ്ഞൊരു ബോളർ. നമ്മൾ കഴിഞ്ഞ കളി കഴിഞ്ഞപ്പോഴേ അതിന്റെ റിവ്യൂല് പറഞ്ഞാണ് ദീപക് ചഹാർ ഈസ് ലുക്കിംഗ് ഗുഡ്. പുള്ളിയുടെ കയ്യിൽ നിന്ന് ബോള് ഈ അടുത്തിടയ്ക്കെങ്ങും ഇങ്ങനെ കൺട്രോൾ ആയിട്ട് ഡെലിവർ ആകുന്നില്ല. കഴിഞ്ഞ ഒരു പ്രിവ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് പ്രിവ്യൂല് നമ്മൾ പറഞ്ഞാണ്. അതിന്റെ റിസൾട്ട് പുള്ളിക്ക് ഈ ഇന്നിങ്സിൽ കിട്ടി. അതേ കൂട്ട് തന്നെ ബുംറ പവർ പ്ലേയിൽ നല്ല എക്സെപ്ഷണൽ ആയിട്ട് ബോൾ ചെയ്തു, അതും എടുത്ത് പറയണം. പവർ പ്ലേയിൽ മാത്രമല്ല, സെക്കൻഡ് ലാസ്റ്റ് ഓവർ വന്നിട്ട് എന്താണ് ലെജൻഡാണ്. പുള്ളിയൊക്കെ ഡൗൺ ആയി പോയി ബുംറയൊക്കെ ടോളാൻ നിന്നവരെ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ആ സെക്കൻഡ് ലാസ്റ്റ് ഓവർ കാണണം. ഈ ഒരു എന്താണ് 3 റൺസാണ് സെക്കൻഡ് ലാസ്റ്റ് ഓവർ. അതായത് 2 ഓവറിൽ 18 റൺ വേണ്ടപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഓവറിൽ വീണ്ടും 15 റൺസ് വേണ്ട രീതിയിലാണ് അത് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്ന ഒരു ബോൾ. ഞാനൊരു ഡൈഹാർഡ് RCB ഫാനാണ്. പക്ഷേ ഇന്നത്തെ കളി ഞാൻ പറയുന്നു, മുംബൈ ആയതുകൊണ്ട് മാത്രമാണ് ബാംഗ്ലൂർ ജയിച്ചത്. മുംബൈ പിന്നെയും അവരുടെ ടാക്ടിക്കൽ ആയിട്ടുള്ള മിസ്റ്റേക്സ്, ഒരു സ്ട്രാറ്റജി പാളുന്നത് നമ്മൾ ഈ ഇന്നിങ്സിലും എടുത്തു പറയേണ്ട കാര്യമാണ്. മനസ്സിലായ? ഇത് മുംബൈ കൊണ്ട് മാത്രം ബാംഗ്ലൂർ ജയിച്ചത്. ഒരു ഓവർ 13ാമത്തെ ഓവർ കോർബിൻ ബോഷ് എന്ന് പറഞ്ഞൊരു ബോളർ വിക്കറ്റ് മേഡൻ എറിയുണ്ടായി. ഓക്കെ, എന്നാൽ തൊട്ടടുത്ത ബോളർ ഇച്ചിരൂടെ ഒന്ന് പ്രഷർ ചെയ്യാൻ നേരം ചെയ്യുന്നതിന് പകരം അവർ കൊണ്ടുവന്ന രാജ്ഭാവയാണ്.
പുള്ളി ആ ഒരു 16 റൺ അടിച്ചു. ആ 16 ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ അപ്പൊ റിക്വയർഡ് റൺ 8.something ഉള്ളൂ. അപ്പൊ ഈ മെയ്ഡൻ ഓവർ ആയതും കോമ്പൻസേറ്റ് ആയി, ആ ഓവറും കോമ്പൻസേറ്റ് ആയി. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ ബുംറയും ചഹറിനൊക്കെ പിന്നീട് എറിയാൻ വെച്ചിരിക്കുമായിരിക്കും. എന്നിട്ട് തൊട്ടടുത്ത ഓവർ ബുംറ എറിയാൻ വന്നിരിക്കുന്നു. അതൊന്ന് സ്വാപ്പ് അല്ല ചെയ്തായിരുന്നെങ്കിൽ ആ ദ സമയത്ത് റിസൾട്ട് കുഡ് ഹാവ് ബീൻ ഡിഫറെന്റ്. അള്ളാ ഗസൻഫറിന് ഒരു ഓവർ ബാക്കിയിരിക്കുന്നു. വിൽജാക്സ് വളരെ എക്കണോമിക്കലായിട്ട് എറിഞ്ഞ് വിൽജാക്സിന് 2 ഓവർ ബാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ രാജ് അങ്കഡ് ബാവയ്ക്ക് എറിഞ്ഞ 3 ഓവർ, അറ്റ്ലീസ്റ്റ് ഒരു ഓവർ എറിഞ്ഞതിന് കുഴപ്പമില്ലായിരുന്നു. 2 ഓവറെങ്കിലും ഈ സ്പിന്നേഴ്സിനെ വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അത് കറക്റ്റായിട്ട് ആ ഒരു പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിരുന്നെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. കഴിഞ്ഞ ഒരു കളി ആർ സി ബിയുടെ കണ്ടിരുന്നുവെങ്കിൽ ഞാനല്ല, ബ്രോ അല്ല, നമ്മൾ ഈ കാണുന്ന ആരാണെന്നുണ്ടെങ്കിൽ ആ ഓവർ കൊടുക്കുന്നത് അള്ളാ ഗസൻഫറിനെ ഉണ്ടാവുള്ളൂ. കാരണം കയ്യിൽ നിന്ന് വരുന്ന ആ റോങ് വൺസ് പിക്ക് ചെയ്യാൻ റൊമാരിയോ ഷെപ്പർഡിനെ കൊണ്ട് കഴിയുന്നില്ല എന്ന് കഴിഞ്ഞ ലാസ്റ്റ് ഓവർ ഗെയിമിൽ കണ്ടതാണ്. അതേപോലെ ഒരു ബോളർ കയ്യിലിരിക്കുകയാണ് പുള്ളിക്ക് കൊടുക്കാഞ്ഞത്. മനസ്സിലായോ? അപ്പൊ ഞാൻ ലാസ്റ്റ് ഓവർ അത് കളി കഴിഞ്ഞു, പുള്ളി വരുന്നു, റോങ് വണ്ണ് ബോഡി ലൈനിൽ എറിയുന്നു, കണക്ട് ചെയ്യുന്നില്ല, കളി കഴിഞ്ഞു എന്ന് വിചാരിച്ചാണ്. അപ്പൊ ഒരു ഫാസ്റ്റ് ബോളർ വന്നപ്പോഴാണ് പിന്നെ ഓക്കെ ഇച്ചിരി ഒന്ന് കാണാം എന്നൊരു തീരുമാനത്തിലേക്ക് പോലും ഞാൻ എത്തിയത്. അതിലും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ എന്തും വേണ്ടി ഫെയിലിയർ ആണെന്ന് പറയാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു റിവ്യൂ എടുത്തു ബുംറയുടെ. അത് ഗോയിങ് ഡൗൺ ലെഗ് ആണെന്ന് റിക്കിൾട്ടൺ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അത് കണ്ടു നിന്ന സൂര്യകുമാർ യാദവിനും അറിയാം. ബുംറ എന്ന് പറഞ്ഞ ഒരു ബോളറിന്റെ പ്രഷറിന് മണ്ടയ്ക്ക് മാത്രമാണ് റിവ്യൂ എടുത്തത്. ഇതേപടി കണ്ടതാണ് കഴിഞ്ഞ കളി ഷമിയിൽ LSE. അതായത് പറയുന്നുണ്ട് പന്ത് തന്നെ അത് ഡൗൺ ദ ലെഗ് ആണ്, പക്ഷെ ഷമി പ്രസ് ചെയ്തുകൊണ്ട് റിവ്യൂ കൊടുത്തു. അതേ സെയിം റിപ്ലിക്കാണ് ഇവിടെ നടന്നത്. ആ റിവ്യൂ എന്തും വേണ്ടി ഇമ്പോർട്ടന്റ് ആണെന്ന് ആലോചിച്ച് നോക്കണം. ലാസ്റ്റ് ഓവറിൽ 2 വൈഡില് ഏതെങ്കിലും ഒന്ന് റിവ്യൂ കൊടുത്ത് കറക്റ്റ് ആയിരുന്നുവെങ്കിൽ ആ കളി അവിടെ ജയിക്കുക, 2 പോയിന്റ് കിട്ടുക, അവർ ടൂർണമെന്റിൽ നിന്ന് പുറത്താവാതിരിക്കുക. മനസ്സിലായി? ഒരു ക്യാപ്റ്റൻ എന്തുകൊണ്ട് അല്ല സ്ട്രോങ് ആയിട്ട് ഡിസിഷൻസ് എടുക്കണം, അല്ലെ വേണ്ടപ്പോ എടുക്കണം, അല്ലെ റിവ്യൂ നേരത്തെ വേസ്റ്റ് ചെയ്യരുത് എന്നുള്ളതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഇവിടെ കണ്ടത്. മുംബൈയുടെ ടീം ഒന്ന് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു ഇംഗ്ലണ്ടിന്റെ ഫുട്ബോൾ ടീം കൂട്ടാ. ഇല്ലാത്തതായിട്ട് ആരുണ്ട്? ആരുമില്ല. പക്ഷെ കളിക്കാൻ ഇറങ്ങി കഴിഞ്ഞാലോ യൂസ് ലോക ചെയ്യാൻ പരാജയം. മനസ്സിലായോ? ഇന്ന് ഇന്ന് റിസോഴ്സിന് കണ്ടോ, യൂസ് ഇന്ന് ചെയ്യാറില്ല. നമന്തീറും തിലക് വർമ്മയും കൂടെ ഒരു ബൗണ്ടറി കിടന്ന് അടിയിട്ടോ, ഒരു ക്യാച്ചിന്റെ പേരും ആ പറഞ്ഞുകൊണ്ട്. അതുണ്ട്, അവര് ക്യാച്ച് കളഞ്ഞു. അത് അത് ചാടി അടിയിട്ടത് അപ്പുറത്ത് മാത്രമല്ല, വീണു. തിലക് വർമ്മയ്ക്ക് അത് എടുത്തിട്ട് തർക്കിക്കാലോ. ആ അത് അത് തട്ടിക്കോട്ടെ, ബൗണ്ടറി ലൈനിൽ നമൻതീർ തട്ടി തന്നെ ഇരുന്നോട്ടെ, അത് എടുത്തിട്ട് തട്ടി വലിയ എന്നുള്ള കാര്യം തർക്കിക്കാലോ. അത് എടുക്കാതെ അത് ഇരുന്നിട്ട് പിന്നെ തർക്കിച്ചിട്ട് എന്താ കാര്യം? അതിന്റെ കാരണമായിട്ട് സൂര്യകുമാർ യാദവ് പറഞ്ഞത് അത് പുള്ളി വിചാരിച്ചു 6 ആയെന്ന്. കാരണം അവരുടെ പുള്ളി നമന്തിന്റെ ആ ബൂട്ട് തമ്മിൽ തട്ടിയ സൗണ്ടാണ് കേട്ടത്. 2, ഇത് കേട്ടത്. എടുക്കുന്നതിന് മുമ്പേ പോലും തിലക് വർമ്മ തിരിച്ച് അമ്പയറിനെ കാണിക്കുന്ന 6 എന്നാണ്. അതാ മനസ്സിലായോ? പറഞ്ഞ, അത് See, ആ ഇത് സംഭവം അവൻ എറിഞ്ഞു തന്നത് ഒന്ന് കളക്ട് ചെയ്തിട്ട് അവന് തർക്കിക്കോ, ആ 6 കാണിക്കോ, എന്ത് വേണേ ചെയ്യാമല്ലോ. ഇത് ഇങ്ങനൊരു മുംബൈ ഞാൻ എന്റെ അതാണ് അത് ജീവിതത്തിൽ കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ല. 2 സിക്സ് അടിച്ചത്. അത് കഴിഞ്ഞിട്ട് 2 സിക്സ് ആണ് അടിച്ചത് കൃണാൽ പാണ്ഡ്യ. ഉം. അത് അതിനുശേഷം വീണ്ടും തിലക് വർമ്മ ഒരു ക്യാച്ച് എടുത്തിട്ട് ഔട്ട് ആവുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ടീമിന്റെ അറ്റ്മോസ്ഫിയർ ശരിയല്ല എന്ന് പറയുന്നതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഇത്. ആ ക്രൂഷ്യൽ മൊമെന്റിൽ ക്യാച്ച് കളഞ്ഞു, ഓക്കെ, പോയത് പോയി, അത് മൂന്നാകുമല്ല. അവിടെ നിന്നൊരു കോൺവെർസേഷൻ എന്തിനാണ് ചെയ്യുന്നത്? ഓക്കെ, എന്തിനാണ് വെച്ചാൽ ഇതിനു മുമ്പും അതായത് ഒരു വിന്നിംഗ് മുംബൈ ഉണ്ടായിരുന്നു. അന്ന് ഒരു ക്രൂഷ്യൽ മാച്ചില് എനിക്ക് തോന്നുന്നു ഡിക്കോക്ക് ആയിരുന്നു കീപ്പർ, ബോൾ കളക്ട് ചെയ്തില്ല, 4 പോയി, അങ്ങനെ മുംബൈ തോറ്റു. നേരെ ബുംറ ബോൾ എറിഞ്ഞത്, ബുംറ ചെന്ന് ഡിക്കോക്കിന്റെ തോളത്ത് കൈയിട്ട് ചിരിച്ച് 2 രൂപ സംസാരിച്ചുകൊണ്ട് വരുന്ന കണ്ട ഓർമ്മ എനിക്കുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ മുംബൈ കാണിക്കുന്നത് ഏതെന്നറിയോ? പണ്ട് ഹർഭജൻ സിംഗും അമ്പാട്ടി റായിഡും കൂടെ ഒരു 4 പോയത് തമ്മിൽ അടിച്ച ഓർമ്മയുണ്ടോ? എനിക്കതാ അത് കണ്ടപ്പോൾ ഓർമ്മ വന്നത്. എന്ത് മോശം അറ്റ്മോസ്ഫിയർ ആണ് അവര് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. കളി തോക്കാഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ RCB ഫാനാ, അത് പറഞ്ഞുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. ഈ 18 വർഷം ടീം തോറ്റിട്ട് പോലും ഞങ്ങൾ ക്യാപ്റ്റനെയോ ടീമിനെയോ ഇങ്ങനെ പഴിച്ചിട്ടില്ല. ഇതല്ല. സി അതെ നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടത് ഒരു ടീം തോക്കുമ്പോഴാണ്. യു നീഡ് ടു സ്റ്റൂട്ട് വിത്ത് യുവർ ടീം ആൻഡ് യുവർ ക്യാപ്റ്റൻ. അല്ല ആ സമയത്ത് ക്യാപ്റ്റനെ പഴിക്കുകയോ ടീമിനെ മോശം പറയുകയോ അല്ല വേണ്ടത്. അറ്റ്മോസ്ഫിയർ അവിടെ മെയിൻറ്റെയിൻ ഒരു ചെയ്യുക. കാര്യങ്ങളുണ്ട്, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യങ്ങളുണ്ട്. അതായത് ഇവർ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കൊണ്ടുവന്ന് ബോളറിനെ ബോൾ ചെയ്യിപ്പിച്ചോ? ഇത് 2ാമത്തെ തവണയാണ് മുംബൈ കാണിക്കുന്നത്. കഴിഞ്ഞ തവണ തിലക് വർമ്മ കാണിക്കുന്നത്, അതും എക്കണോമിക്കലായിട്ട് കഴിഞ്ഞ 1-2 മാച്ചുകൾ എറിഞ്ഞ ഒരു മാച്ചസ് ബോളർ. ഡെലിവറി ചെയ്ത ബോളറാണ്. നല്ല രീതിയിൽ എറിഞ്ഞു, എന്താ നമ്മൾ എടുത്തു ഇവർക്കൊക്കെ? പറഞ്ഞതാ പുള്ളിയുടെ കാര്യം. അതെ അതെ അതെ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ നോക്കിയേ, വിൽജാക്സ് ഇന്ന് എറിഞ്ഞ 2 ഓവറിൽ എക്കണോമിക്കലായിട്ട് എറിഞ്ഞേക്കുന്നത്. ഒരു സ്പിന്നേഴ്സിന് ആ മിഡിൽ ഓവേഴ്സിൽ സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് ഈ രാജ് അങ്കഡ് ബാവയൊക്കെ സ്ലോവർ ബൗൺസറൊക്കെ എറിയുന്നത് കണ്ടു കഴിഞ്ഞാൽ എത്ര വൈഡ് എത്ര എക്സ്ട്രാസ് എറിയുന്നത്. സത്യം പറഞ്ഞാൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. ഈ രഘു ശർമ്മയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കളി 24 റൺ മാത്രമേ കൊടുത്തുള്ളൂ, 6 റൺ റേറ്റിൽ എറിഞ്ഞതാ. 2ാമത്തെ കളി 36 റൺ കൊടുത്തില്ല, ഒരു വിക്കറ്റ് എടുത്ത ആളാ.
അത് ഒരു ഇമ്പാക്ട്ഫുൾ വിക്കറ്റ് വരും തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ. അത് നല്ല രീതിയിൽ ബോൾ ചെയ്യുന്നു, ഓക്കെ ഹീസ് ലുക്കിംഗ് ഗുഡ് എന്ന് പറഞ്ഞു. ഓക്കെ അവൻ ലുക്കിംഗ് ഗുഡ് ആണ്, അതുകൊണ്ട് അവന് ബോളിംഗ് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് സ്പിന്നേഴ്സിനെ യൂസ് ചെയ്യാൻ താല്പര്യമില്ല, കണ്ടീഷൻ സ്പിന്നേഴ്സിനെ യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വേറൊരു ഫാസ്റ്റ് ബോളറിനെ എടുത്താൽ പോരെ. എന്തിനാ പിന്നെ ഈ ടീമിൽ എടുത്തു വെച്ചിട്ട്, അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് അവിടെ ഇരിക്കട്ടെ, ആവശ്യം ഒരു 10 അല്ലെങ്കിൽ 7 ഓവർ കഴിഞ്ഞിട്ട് കണ്ടീഷൻ ഒന്ന് റീഡ് ചെയ്തിട്ട് എന്താണ് റിസർച്ച് വേണ്ട അപ്പോൾ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ആളെ ഇറക്കിയാലും മതിയല്ലോ. ഇത് നേരത്തെ ഇറക്കി വെച്ചിട്ട് റിസോഴ്സിനെ യൂസ് ചെയ്യാതിരിക്കാന്നൊക്കെ പറഞ്ഞ ഇവർ തലയ്ക്ക് കിളി പോയെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും. ഞാൻ വിചാരിച്ച ഹർദിക് പാണ്ഡ്യയുടെ പ്രശ്നമാണെന്ന്. ഇതിപ്പോ ഹർദിക് പാണ്ഡ്യയുടെ മാത്രം പ്രശ്നമല്ല, ഇത് മുംബൈ ഇന്ത്യൻസിന്റെ പൊതുവെ ഉള്ള ഒരു മൊത്തത്തിലുള്ള പ്രശ്നമായിട്ടാണ് തോന്നുന്നത്. പ്രശ്നമാണ് അത്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞങ്ങളുടെ RCBയുടെ സ്ട്രൈക്കർ ഫിനിഷർ, ഉം. എന്തിനാണ് ഇങ്ങനെ ഒരു ഫിനിഷർ എന്ന് എനിക്കറിയത്തില്ല. എന്തിനാ പുള്ളിയെ കളിപ്പിക്കുന്നതെന്ന് അത് നമ്മൾ പ്രിവ്യൂല് പറഞ്ഞാണ്, പുള്ളി എന്തുകൊണ്ട് കളിക്കരുത്. ഓക്കെ ഇന്ന് നല്ല കാര്യത്തിൽ ബോൾ ചെയ്തു, നോട്ട് ടേക്കിംഗ് എനി ക്രെഡിറ്റ്സ് ഫ്രം എവേ. പക്ഷെ ഇന്ന് 11 ബോളിലും കണ്ട് 4 റൺ എടുത്തത്. ആ 11 ബോളിൽ 11 റൺ എടുത്തായിരുന്നെങ്കിൽ പണ്ടേ ബാംഗ്ലൂർ ജയിച്ചു പോയനായിരുന്നു. ഈ ടൂർണമെന്റിലെ സ്റ്റാറ്റ് ഞാൻ പുള്ളി ഇപ്പൊ ആകെ ഒരു കാര്യം എടുത്തിരിക്കുന്നത് കൂടെ പറയാം. 82 റണ്ണാ, അതും 66 ബോളില്. അതെ, അതിപ്പോ ഒരു കാര്യം കൂടെ പറയാം. RCB ഇനിയിപ്പോ അവസാന മാച്ച് വരെ ഈ കോമ്പിനേഷൻ ഉടയ്ക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ബ്രോ ജേക്കബ് ബത്തലിനെ മാറ്റുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞാണ്, അവരുടെ കോച്ചും അവരുടെ DKയും അവരുടെ ക്യാപ്റ്റനും ഇത് ഈ ടീം ഉടയ്ക്കത്തില്ല. അവർ ഇത് എന്ത് സംഭവിച്ചാലും ഈ ടീം വെച്ചേ കളിക്കത്തുള്ളൂ. 100% ഉറപ്പാണ്. ഇവരത് ആ ടീം മാറ്റത്തില്ല. അതെനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇത് ടീം നമ്മൾ ഇതൊക്കെ പറഞ്ഞപ്പോഴും എനിക്കറിയാമായിരുന്നു അവരത് ചെയ്യത്തില്ല. കാരണം ആൻഡി ഫ്ലവർ എന്ന് പറഞ്ഞ കോച്ച് സെറ്റ്, അവരാ കോമ്പിനേഷനാണ് അവരുടെ പ്രയോറിറ്റി. അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മളിത് പറയുമ്പോഴും, നമ്മളിങ്ങനെ പറയുമ്പോഴും ഈ റൊമാരി ഷെപ്പേർഡ് തന്നെ ഇനി വരാൻ പോകുന്ന ഒരു ക്രൂഷ്യൽ മാച്ചിൽ ചിലപ്പോൾ ഒരു മാച്ച് അടിച്ച് ജയിപ്പിച്ചേക്കാം. അത് വരും, അതാണ് 7 അവരെ ഇന്നിങ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആകെ അടിച്ചിരിക്കുന്നത് 6 4ഉം 5 6ഉം. പിന്നെ എന്ത് ഫിനിഷറാണ് ഈ പറയുന്നത്? എനിക്ക് അതാ മനസ്സിലാകാത്തത്. ജസ്റ്റ് ഗീവ് മി ജസ്റ്റിഫിക്കേഷൻ. ഇല്ല ബ്രോ, നമ്പേഴ്സ് മാത്രമല്ല ചില ആൾക്കാർ, അതാ പല പല കോച്ച് പല ക്യാപ്റ്റൻസും പല അപ്രോച്ചാണ്. എനിക്ക് RCB എന്ന് മനസ്സിലായിട്ടുള്ളത്, അവർ ആ ഒരു നമ്പേഴ്സ് മാത്രമല്ല നോക്കുന്നത്, അവർ ആ കോമ്പിനേഷനാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ജിതേഷ് ശർമ്മയെ മാറ്റത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ജിതേഷ് ശർമ്മ ഇനിയും മാറ്റാൻ പോകുന്നില്ല. അതുപോലെ തന്നെ റൊമാരി ഷെപ്പേർഡിനെ അവർ മാറ്റാനായിട്ട് പോകുന്നില്ല. ഇനി അവൈലബിലിറ്റി ഇല്ലാതായി മാറ്റുന്നതല്ലാതെ അവർ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ടീമിനെ തന്നെ അവർ കളിപ്പിക്കും. ഇത് ഒരുപക്ഷെ നമ്മളാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ, ഈ റൊമാരി ഷെപ്പേർഡ് ആയിരിക്കും ഇനി വരാൻ പോകുന്ന ഒരു മാച്ചിൽ, ഒരു ക്രൂഷ്യൽ മാച്ചിൽ അടിച്ച് ജയിപ്പിക്കാൻ പോകുന്നത്. ആ രീതിയിലാണ് എനിക്ക് അവർ ഒരു ആ ഒരു രീതിയിലും അറ്റ്മോസ്ഫിയർ അടിച്ചു ഇത് ചെയ്യുന്നത്. ജയിപ്പിക്കത്തില്ല എന്ന്. അതിനൊരു നമ്മൾ ഒരു പ്ലെയറിനെ കാണുമ്പോൾ നമ്മൾ പറയും ഓക്കെ ഹീ ഷോയിങ് സം ഗ്ലിംസ്, സംതിങ് ബിഗ് ഈസ് കമ്മിങ്. അത് നമ്മൾ ഉർവിൽ പട്ടേലിന്റെ അടുത്ത് പറഞ്ഞു, ദീപക് ചഹാറിന്റെ അടുത്ത് പറഞ്ഞു, ഭുവനേശ്വർ കുമാറിന്റെ അടുത്ത് പറഞ്ഞു, ഒരുപാട് പ്ലേയേഴ്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു അത് 11 ബോൾ ചെയ്തില്ല, ഒരു ബോൾ പോലും മിഡിൽ ചെയ്യുന്നില്ല ബോളില്. മനസ്സിലായോ? അത് അതാണ് ശരിയാണ്. പക്ഷെ ദാറ്റ് മേക്ക് മീ ഈവൻ മോർ വറിയിങ്. അല്ല, അവരുടെ പ്രശ്നം ഈ ഒരു ഒറ്റ പ്ലെയർ കളിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അവരുടെ പ്രശ്നം ഈ പ്ലെയറിനെ മാറ്റുന്നതിലൂടെ ആ ഒരു കോമ്പിനേഷൻ അവരുടെ വിന്നിങ് സക്സസ്ഫുൾ കോമ്പിനേഷനകത്ത് ഒരു ചെറിയ ഒരു ഇടിവ് പോലും സംഭവിക്കരുത് എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അതുകൊണ്ടാണ് അവർ മാറ്റാത്തത്. ഈ ജിതേഷ് ശർമ്മ ആയാലും റൊമാരി ഷെപ്പേർഡിനെ ആയാലും. അതിൻ്റെ ഇടയ്ക്ക് റസിക്ദാർ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കഴിഞ്ഞ കളിയിലെ പോലെ തന്നെ എക്സ്പെൻസീവ് ആവുന്നുണ്ടെങ്കിലും ഇന്ന് വന്നിട്ട് ഒരു ക്രൂഷ്യൽ വിക്കറ്റ് ആ പാർട്ട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്ത് റസിക് സലാം ദാറാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിലും ഉണ്ട് ചെറിയൊരു ഒരു ഒരു വീക്ക് ലിങ്കാണ് അവിടെയും. അത് സത്യം പറഞ്ഞാൽ ദിസ് ടീം ഈസ് ലുക്കിംഗ് സോ വീക്ക് ടു ബി ഹോണസ്റ്റ്. ഇന്ന് എന്തോ ജയിച്ചു. ഈ ആകെ 3 പോസിറ്റീവ്സ് ഇതിനകത്ത് നിന്ന് എടുക്കാനുള്ളൂ ഇന്നത്തെ കളിയിൽ നിന്ന്. 1 ഭുവനേശ്വർ കുമാറിന്റെ സ്പെല്ല്, 2 കൃണാൽ പാണ്ഡ്യയുടെ സ്പെല്ല്, 3 ഇങ്ങനെ ഒരു ക്ലോസ്ഡ് എൻകൗണ്ടർ ജയിച്ചു എന്നുള്ളൊരു മെന്റൽ ബൂസ്റ്റ്. അത് 3 മാത്രമേ, തീർച്ചയായിട്ടും 3 പോസിറ്റീവ് മാത്രമേ ബാംഗ്ലൂരിന് ഇന്നത്തെ കളിയിൽ നിന്ന് ആ മൂന്നാമത് എടുക്കാനായിട്ടുള്ളൂ. പറഞ്ഞ സാധനമാണ് ഒരു ടീമിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഇങ്ങനെ ഒരു സ്റ്റേജിൽ. അതായത് ക്ലോസ് മാച്ചസ് വിൻ ചെയ്യുമ്പോഴാണ് ഒരു മാച്ച് നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ 2-3 മാച്ചസ് ആയിട്ട് RCB സ്ട്രഗിൾ ചെയ്യുകയാണ്. അപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈമിൽ ഒരു ക്ലോസ് മാച്ച് അവരവിടെ നെർവ് കീപ്പ് ചെയ്ത് ആ മാച്ച് വിൻ ചെയ്യുന്നതാണ് ആ ഒരു കമ്മിങ് ബാക്കിൻ്റെ സിംറ്റം ആണത്. അപ്പോൾ ഞാൻ ഹോപ്പ് ചെയ്യുന്നത് RCB ഇനിയുള്ള മാച്ചുകൾ ഈ ഒരു ഇത്ര എഡ്ജിൽ വന്ന് അവർ ജയിച്ചതുകൊണ്ട് അവർ തിരിച്ച് ഒരു വിന്നിങ് വേയിലേക്ക് തന്നെ വരും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ലാസ്റ്റ് ബോള് നോൺ സ്ട്രൈക്കറിന്റെ എൻഡിലായിട്ട് എറിഞ്ഞിരുന്നെങ്കിൽ ഈ കളി മൊത്തം തിരിഞ്ഞേനെ. അത് എന്തിനാണ് സ്ട്രൈക്കറിന്റെ അടുത്തോട്ട് അല്ല, എറിഞ്ഞെന്ന് എനിക്ക് ഇപ്പോഴും പിടിച്ചാലും മനസ്സിലാക്കുക. പിടിച്ചാലും മതിയായിരുന്നു. ആ ആ ബോളറിന്റെ ഭുവനേശ്വർ കയ്യിൽ ആ കുമാർ ബോൾ നടുക്കുന്നു, അത് കിട്ടിയിരുന്നെങ്കിൽ. സമ്മതിക്കണം കേട്ടോ. ഞാനായിരുന്നെങ്കിൽ എന്റെ ദേഹത്തുള്ളുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ അനങ്ങാതെ നിന്ന് കൊടുത്തേനെ. ഓക്കെ ഞാൻ കൊണ്ടോട്ടെ എന്ന് വിചാരിക്കും. കാരണം ഞാൻ ട്രാക്ക് മാറിയിട്ടില്ല, നേരെ ഓടുകയാണ്, അപ്പൊ ഒന്ന് ദേഹത്തുള്ളുന്നതാണ്. ഭുവനേശ്വർ കുമാർ ആകുമ്പോൾ അവള് പോകാൻ വേണ്ടി ചാടി മാറി കൊടുത്തു. അതും നടുക്ക് നിൽക്കുവോ ഭുവനേശ്വർ കുമാർ. അത് നോൺ സ്ട്രൈക്കർ എൻഡി കൊടുത്തു കഴിഞ്ഞാൽ അത് വിക്കറ്റാ, അവിടെ തീരും പരിപാടി. ആ പയ്യനാണെങ്കിൽ തന്നെ ബോള്
കളക്ട് ചെയ്യുന്നതിന് മുമ്പ് ത്രോ ചെയ്യാൻ നോക്കിയാണ് കഴിഞ്ഞ പോയത്. അത് ഒന്നുകൂടെ ചുരുന്ന് നെർവ് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ. അതും മാത്രമല്ല, ലൈക്ക് അത്ര ഇൻഎക്സ്പീരിയൻസ് ഉള്ള ബോളറിനെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൊണ്ടൊന്നും ഓവർ കൊടുക്കാൻ പാടില്ലായിരുന്നു. അതെ. എന്തായാലും ആർ സി ബിയെ സംബന്ധിച്ച് ഇതൊരു മുംബൈയുടെ കാര്യം പറയാനില്ല. ആർ സി ബിയെ സംബന്ധിച്ച് ഇത് മുന്നോട്ടുള്ള യാത്രയിൽ ഒരു തിരിച്ച് വരവിന്റെ ഒരു തുടക്കമാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. മുംബൈയുടെ കാര്യത്തിൽ എനിക്ക് ഒന്നും പറയാനില്ല. മുംബൈ ഇത്രയും റിസോഴ്സിന് എൻ്റെ മറ്റേ ചാനലിൽ ഒരു പ്രിവ്യൂ എടുപ്പുണ്ട് മുംബൈയുടെ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പേ. ഞാൻ എന്തുമാത്രം തള്ളി വെച്ച ഒരു ടീമാണ് ഈ മുംബൈ എന്നറിയോ. കഴിഞ്ഞ വർഷം ഇതുപോലെയാണ്. കഴിഞ്ഞ വർഷവും മുംബൈയെ പറ്റി ഇവരുടെ, അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, റുദർഫോർഡിനെ ഇവർ ട്രേഡ് ചെയ്തെടുക്കുന്നു, മാസ്റ്റർ സ്ട്രോക്ക്. വിൽ ജാക്സ് വേൾഡ് കപ്പിലെ മിന്നും ഫോമിൽ നിന്ന് വിൽ ജാക്സ് വരുന്നു. ജസ്പ്രീത് ബൂംറ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ എന്ന് വേണ്ട രോഹിത് ശർമ്മ, അതായത് വണ്ണം കുറഞ്ഞ മെലിഞ്ഞ രോഹിത് ശർമ്മ അങ്ങ് എന്ന് വേണ്ട സർവമാന സന്നാഹങ്ങളോട് ഞാൻ വിചാരിച്ചു, ഇപ്രാവശ്യം ഇവരെ ഒരു ടീം തോൽപ്പിക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇവരെ കാണുമ്പോ ഇംഗ്ലണ്ടിന്റെ ഫുട്ബോൾ ടീമിനാണ് ഓർമ്മ വരുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇനി മുംബൈ കളിക്കുന്നത് എന്തിനറിയോ, 10th പൊസിഷനിൽ ഫിനിഷ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. ആ ഒരു നാണക്കേടെങ്കിലും മേടിച്ചു വെക്കരുതേ എന്നുള്ള എന്റെ ഒരു ആഗ്രഹം. അയ്യോ, ഇന്ന് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പണ്ടൊരു മുംബൈ ഉണ്ടായിരുന്നു. ഞാനൊരു പഴയ മുംബൈ ഫാനാണ്. പണ്ട് ഇന്ന് കൃണാൽ പാണ്ഡ്യ വന്ന് കൊട്ടിയ കൊട്ടാണ് രസം. ഇന്റർവ്യൂർ ചോദിച്ചു എന്ത് തോന്നിയെന്ന്. പക്ഷെ ഹി വാസ് ലിറ്ററലി ക്രൈം. ഓക്കെ, പഴയ ടീംമേറ്റിനെ കണ്ടിട്ട് എന്ത് തോന്നിയെന്ന് പുള്ളി പറയുമ്പോൾ പോലും പുള്ളിയുടെ കണ്ണെന്ന് പറയുന്നതൊക്കെ നമുക്ക് കാണാം. അതായത് എൻ്റെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്താണ് കിരൺ പൊള്ളാട്. ഞങ്ങളായിരുന്നു പണ്ട് മുംബൈയുടെ എഞ്ചിൻ. ഞാനും ഹാർദിക് പാണ്ഡ്യയും പൊള്ളാടുകൂടെ എത്ര കളികൾ ജയിപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ സ്വരം ഇടറുകയും പുള്ളിയുടെ കണ്ണ് നിറയുകയും കൂടെ ചെയ്തപ്പം എന്തായിരുന്നു മുംബൈ കൃണാൽ പാണ്ഡ്യക്കെന്ന് നമുക്ക് അപ്പോൾ മനസ്സിലാവും. അതെ, ആ സമയത്ത് മുംബൈ ആ ഒരു എന്താ പറയുന്നത്, അതൊന്ന് ആലോചിച്ച് നോക്കിയേ. കൃണാൽ പാണ്ഡ്യ, ഹാർദിക് പാണ്ഡ്യ, പിന്നെ പൊളാഡ്, ഫിനിഷേഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ് ഫിനിഷേഴ്സ്. മലിംഗ, പ്രത്യേകിച്ച് പൊളാഡ്. ഞാനൊരു കാര്യം പറയാം, മുംബൈയുടെ ഏറ്റവും വലിയ, അതായത് മുംബൈ ഇന്ത്യൻസ് എന്ന് പറഞ്ഞൊരു ടീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ഒരു 70% ബാക്കിയുള്ള പ്ലേയേഴ്സും 30% പൊളാഡും ആണെന്ന് ഞാൻ പറയും, വെയിറ്റേജ് കൊടുക്കുകയാണെങ്കിൽ. അമ്മാതിരി ഒരു പ്ലെയറാണ് പൊളാഡ്. അവിടുന്ന് ഇറങ്ങിയ പൊള്ളാട് ബാറ്റിംഗിൽ മാത്രമല്ല, എടുത്ത ക്യാച്ചസ് ശ്രദ്ധിക്കണം, ഫീൽഡിങ് വേണ്ടെന്ന് വെച്ചിട്ട് 30% പറഞ്ഞു. പൊള്ളാടും മലിംഗ ഇല്ലായിരുന്നുവെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കും, പക്ഷെ മുംബൈക്ക് ഇതിന്റെ പകുതി കപ്പ് കിട്ടില്ലായിരുന്നു. പൊള്ളാട്, മലിംഗ അവരുണ്ട്, പ്രത്യേകിച്ചും പൊള്ളാട്. ചെന്നൈ ആയിരുന്നു സ്ഥിരം വേട്ടമൃഗം. പൊള്ളാടിന്റെ വേട്ടമൃഗമായിരുന്നു ചെന്നൈ. ഓടിച്ചിട്ട് അടിച്ചിട്ടുള്ള പ്ലെയർ. ഈ കഴിഞ്ഞ ഏത് സീസണാണ്, 2020 21 ഏതോ ഒരു സീസൺ, പൊള്ളാഡിന്റെ ലാസ്റ്റ് സീസണിലാന്ന് തോന്നുന്നത്. ആ സീസണിൽ മുംബൈ പുറത്തതിന് ശേഷം ഒരു മാച്ച് അടിച്ച് ജയിപ്പിച്ചിട്ടുണ്ട് പൊള്ളാഡ് ചെന്നൈയുടെ കൂടെ എന്നിട്ട് ലാസ്റ്റ് വന്നിട്ട്. എന്തായാലും ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആർ സി ബി സംബന്ധിച്ച് ഞാൻ വീണ്ടും പറയുന്നു, ഒരു പോസിറ്റീവ് തുടക്കമാവട്ടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക്. ചെന്നൈ ഫാൻസ് ഇങ്ങനെ റെഡി ആയിട്ടിരുന്നത് ആർ സി ബി കളി തോക്കും, നേരെ ടേബിളിന്റെ മേളിലേക്ക് കയറാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇരുട്ടടി പോലെ നമ്മുടെ മറ്റേ വീഴോട് താഴെ തന്നെ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട്, താണ്ടെ കോഹ്ലി പോയി, ചെന്നൈ മുന്നിലേക്ക്. അതെ. അപ്പം മുംബൈ അവരുടെ ബദ്ധശത്രുക്കളാണല്ലോ. അങ്ങനെ ഇപ്പൊ ഞങ്ങളില്ലാതെ നിങ്ങൾ കയറണ്ടെന്നുള്ള രീതിയിലാണ് മുംബൈ കളി ആർ സി ബി മുംബൈ തോറ്റു കൊടുത്തത്. അങ്ങനെ വേണമെങ്കിലും പറയാം. എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളത്തെ മാച്ചിന്റെ അല്ലെങ്കിൽ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നിടം വരെ ബൈ. നമ്മൾ ഇന്ന് മറ്റേ സാധനം ഒന്നും പറഞ്ഞില്ല. പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അത് ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വീണ്ടും കാണാം. ബൈ.